മാസപ്പടി വിവാദത്തിൽ മന്ത്രിപുത്രി ഇന്നോ നാളെയോ SFIയുടെ വലയിലാകുമെന്ന സ്ഥിതിയാണുള്ളത്. വീണയെ ന്യായീകരിക്കാനാണെങ്കിൽ CPMലെ താഴെത്തട്ട് മുതൽ മുകൾ തട്ട് വരെയുള്ള സകല സഖാക്കളും അണിനിരന്നിരിക്കുകയാണ്. എന്നാൽ കാലം ഇത്രയായിട്ടും മാധ്യമങ്ങളോട് തനിക്കെതിരെ ഉയർന്നിട്ടുള്ള ആരോപണത്തിൽ വിശദീകരണം നൽകാൻ വീണ വിജയൻ തയ്യാറായിട്ടുമില്ല. മാസപ്പടിക്ക് തൊട്ടു പിന്നാലെ ഇപ്പോൾ സർക്കാർ പൂഴ്ത്തിവെച്ച മറ്റൊരു കള്ളക്കളിയും പുറംലോകം അറിഞ്ഞിരിക്കുകയാണ്. തോട്ടപ്പള്ളിയിലെ മണൽവാരലിന് പിന്നിലും നേട്ടമുണ്ടാക്കിയത് ശശിധരൻ കർത്തയുടെ കമ്പനിയാണെന്ന ആരോപണം മാത്യു കുഴൽനാടൻ ഉയർത്തിയപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ അത് നിഷേധിച്ചുകൊണ്ടായിരുന്നു പ്രതികരിച്ചിരുന്നത്. എന്നാൽ അന്വേഷണം പുരോഗമിച്ചതോടെ മാത്യു കുഴൽനാടന്റെ ആരോപണത്തിൽ കഴമ്പുണ്ടെന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. സ്വകാര്യ കരിമണൽ കമ്പനിയായ CMRLന് പൊതുമേഖലാ സ്ഥാപനങ്ങളുമായുള്ള വഴിവിട്ട ഇടപാടുകൾ സംബന്ധിച്ച കൂടുതൽ രേഖകളാണ് പുറത്തുവന്നത്. 2018 ആലപ്പുഴ തോട്ടപ്പള്ളിയിൽ നിന്ന് മണൽ വാരാൻ പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് സർക്കാർ നൽകിയ അനുമതി ദുരുപയോഗം ചെയ്ത CMRL കോടികളുടെ നേട്ടമുണ്ടാക്കിയതും സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് പരിശോധിക്കുന്നുവെന്ന റിപ്പോർട്ടുകൾ പുറത്തുവന്നിരുന്നു. മണൽ വാരാൻ പൊതുമേഖലാ സ്ഥാപനങ്ങളായ കേരള മിനറൽസ് ആൻഡ് മെറ്റൽസ് ലിമിറ്റഡിനും ഇന്ത്യൻ റെയർ എർത്ത് ലിമിറ്റഡിനുമാണ് അനുമതി നൽകിയത്. എന്നാൽ IRELൽ നിന്ന് മണൽ CMRLന് കിട്ടിയെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ വ്യക്തമാക്കുന്നത്. ഇൽമനൈസിൽ നിന്ന് ഇരുമ്പ് വേർതിരിച്ച് സിന്തറ്റിക് റൂട്ടിൽ നിർമ്മിക്കുന്നതിനുള്ള സാങ്കേതിക വിദ്യ KMMLനുണ്ട്. പക്ഷേ 2018 തോട്ടപ്പള്ളി മണൽവാരൽ തുടങ്ങിയ ശേഷം 2019 വരെ CMRL നിന്ന് KMML ടൺ കണക്കിന് സിന്തറ്റിക് റൂട്ടിൽ വാങ്ങിയതായി രേഖകളുണ്ട്. ആദായനികുതി വകുപ്പിന്റെ ഇന്ററിംഗ് സെറ്റിൽമെന്റ് ബോർഡിന് CMRL നൽകിയ മൊഴി അടിസ്ഥാനമാക്കിയാണ് ഇക്കാര്യത്തിൽ അന്വേഷണം വ്യാപിപ്പിക്കുന്നത്. പൊതുമേഖലാ സ്ഥാപനങ്ങൾ വാരുന്ന ധാതുമണൽ ലഭിക്കണമെങ്കിൽ ഉന്നത തലത്തിൽ കൈക്കൂലി നൽകണമെന്നായിരുന്നു മൊഴി. KMMLലും IRELലും ഇനി അന്വേഷണത്തിന്റെ പരിധിയിൽ വരും. CMRLന് തോട്ടപ്പള്ളിയിലെ മണൽ വാരാൻ അനുമതിയില്ലെന്ന് സർക്കാർ പറയുമ്പോഴും കമ്പനി ഇടപെട്ടതിന്റെ രേഖകൾ പരാതിക്കാർ കോർപ്പറേറ്റ് മന്ത്രാലയത്തിന് കൈമാറിയിരുന്നു. മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനിയായ എക്സാലോജിക്കിന് CMRL സഹായം ചെയ്തതിന്റെ കാരണം എന്തൊക്കെയാണെന്നും പരാതിയിൽ വിശദീകരിച്ചിരുന്നു. EV ബില്ലുകൾ പ്രകാരം CMRLന്റെ പക്കൽ നിന്ന് KMML 2018 ഓഗസ്റ്റ് മുതൽ സിന്തറ്റിക് റൂട്ടിൽ വാങ്ങി. ഓഗസ്റ്റ് 27-ന് ആദ്യ ലോഡ്, 3 ദിവസം കൊണ്ട് 10 ലോഡ്, സെപ്റ്റംബറിൽ 45 ലോഡ്, ഒക്ടോബറിൽ 8 ലോഡ്, 2019 മാർച്ചിൽ 23 ലോഡ്, ഏപ്രിൽ 35 ലോഡ്, മെയ്യിൽ 3 ലോഡ്, ജൂണിൽ 55 ലോഡ് എന്നിങ്ങനെ വാങ്ങിയെന്നാണ് കണക്ക്. ലോഡിന് 27 ലക്ഷം രൂപയായിരുന്നു നിരക്ക്. ചില ലോഡുകൾക്ക് 5 ലക്ഷവും കാണിച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ കോടിക്കണക്കിന് രൂപയുടെ ഇടപാട് നടന്നുവെന്ന് തെളിയിക്കുന്നതാണ് EV ബില്ലുകൾ. CMRL നിന്ന് സിന്തറ്റിക് റൂട്ടിൽ KMML വാങ്ങുന്നില്ലെന്ന് വ്യവസായ മന്ത്രി P രാജീവ് ഇക്കഴിഞ്ഞ ജനുവരി 30-ന് നിയമസഭയിൽ മറുപടി നൽകിയിരുന്നു. 2018-ലും 2019-ലും വാങ്ങിയ കാര്യമാകട്ടെ മറുപടിയിലില്ല താനും. IRELന് നിലവിൽ കൊല്ലത്ത് നിന്നും മറ്റും വാരാൻ അനുമതിയുള്ളതിനാൽ ഇപ്പോഴും CMRLന് നൽകുന്നുണ്ടെന്ന് EV ബില്ലുകളിൽ നിന്ന് വ്യക്തമാണ്. ഇതുകൂടാതെ ഇറക്കുമതി വീണ്ടും തുടങ്ങുകയും ചെയ്തു. മാസപ്പടിയിൽ കുടുങ്ങി മുഖ്യൻ വലയുമ്പോഴാണ് കൂനിന്മേൽ കുരുവെന്ന പോലെ മണൽവാരൽ വിവാദവും പൊങ്ങിവരുന്നത്.